ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു കടുകുമണിയുടെ അളവൻ സ്വർഗത്തിൽ കടക്കുവോ? അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുവോ? പറ, കാശ് വേണോ അതിന്? എടാ, അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുമോ ഇല്ലേ? നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ? നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ? ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഈ കൈപൊക്കിയത് തന്നെയാണ് നിനക്ക് അഹങ്കാരമുള്ളതിന്റെ അടയാളം. ഒരു കള്ളം പറഞ്ഞു, അള്ളാഹു കാക്കുമാറാകട്ടെ. അമീൻ പറ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അഹങ്കാരം ഇല്ലേ? ചിന്തിച്ചു നോക്കിയേ, ചിന്തിച്ചു നോക്ക്. നമുക്ക് അഹങ്കാരമില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈപൊക്കിയതും പൊക്കാത്തതും പോകട്ടെ, അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള അടയാളം എന്തെന്നറിയോ? ഒരുത്തനെ കണ്ടാൽ അറിയാം അവ അഹങ്കാരിയാണോ. അവൻ അഹങ്കാരിയാണോ എന്ന് അറിയാനുള്ള അടയാളം അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നോക്കിയാൽ മതി. ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ അഹങ്കാരമുള്ളതിൻ്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാള് ഞെരിയാണിക്ക് താഴെ മുണ്ടോ പാൻഡോ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടാ നീ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ അഹങ്കാരമുണ്ട്, അവൻ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അപ്പൊ ഒരു മുണ്ട് ഞെരിയാണിക്ക് താഴെ പോയാൽ കിട്ടുന്ന 3 ശിക്ഷ: 1, അല്ല വെറുത്തവൻ, അള്ളാന്റെ ശാപം കിട്ടിയവൻ; 2, അള്ളാഹു അവന് സ്വർഗം കൊടുക്കൂല, അള്ളാഹുവിന്റെ കരുണ അവന് ലഭിക്കൂല; 3, അവൻ അഹങ്കാരിയ. അഹങ്കരിച്ചവന് ഒരുത്തനെ നമുക്കറിയാം. ആരാ അഹങ്കരിച്ച ഒരുത്തൻ? ഇപ്പോഴും ദുനിയാവിലുണ്ട്. ആരാ? ശപിക്കപ്പെട്ട ഇബ്ലീസ് ഇപ്പോഴും നടക്കല്ലേ? അവനും അഹങ്കാരം മൂത്തതല്ലേ? അഹങ്കാരം. അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ എന്തേ പറഞ്ഞ? ഞാൻ മണ്ണി സൃഷ്ടിച്ച ആദവിന് ഞാനോ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാനോ ചെയ്യൂല. ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ അലഞ്ഞു നടക്കും അള്ളാന്റെ ശാപം കിട്ടിയിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ദുനിയാവും പോകും, ആഖിറവും പോയി. കള്ളു കുടിച്ചാൽ മാത്രമല്ല നരകത്തിൽ പോകുന്നത്, മുണ്ട് ഞെരിയാണിക്ക് താഴെ ഇടുന്നതിലൂടെ പാൻറ് ചെറുപ്പക്കാരുടെയൊക്കെ കണ്ടിട്ടില്ലേ, താഴെ ഇട്ടുകൊണ്ട് നടന്നോ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത്രയും നാളും അറിയില്ലായിരുന്നു, ഒരു പുതിയ അറിവ് പഠിച്ചു. ഇനിയെങ്കിലും സൂക്ഷിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2, എൻ്റെ ഔറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എന്താടാ ഇട നോക്ക്. ഒരാളുടെ ഔറത്ത് മറ്റൊരാൾക്ക് കാണുന്നത് ഹലാലാണോ ഹറാമാണോ? കാശ് വല്ലതും വേണോ പറയാൻ? ഉറക്കെ പറ, ഹലാലാണോ ഹറാമാണോ? ഒരാളുടെ ഔറത്ത് മറ്റൊരാൾക്ക് കാണാൻ പറ്റുമോ? നിന്റെ ഔറത്ത് എനിക്ക് കാണാൻ പറ്റുമോ? എന്റേത് നിനക്ക് കാണാൻ പറ്റുമോ? നിന്റെ ഉമ്മായിക്ക് കാണാൻ പറ്റുമോ? പറ. വാപ്പായ്ക്ക് കാണാൻ പറ്റുമോ? കൂടപ്പുറപ്പിന് കാണാൻ പറ്റുമോ? ഭാര്യയ്ക്ക് കാണാൻ പറ്റുമോ? പോട്ടെ. ആയിഷാ ബീവി റളിയല്ലാഹു തആല കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞു. പോട്ടെ, അതല്ല ചോദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മയ്യത്ത് പോലും കാണാൻ പാടില്ലല്ലോ അല്ലേ? പറമനുഷ്യന്മാരെ പാടില്ലല്ലോ അല്ലേ? ശരി, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പുറകെ പോയാൽ മതി. ഈ വഴുത് കേൾക്കാൻ വന്നിരിക്കുന്ന പലരും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഈ മുണ്ടുടുത്തിയ വാപ്പാമാരെ ഇതങ്ങോട്ട് മടക്കി ഒരു കുത്തലുണ്ട് അല്ലേ? ഈ ഉടുത്തിരിക്കണ മുണ്ട് എവിടെ വരെ പൊക്കാൻ പറ്റുമോ അത്രയും അങ്ങോട്ട്, കാരണം അടി കിടക്കുന്നത് വെളിയിൽ കാണണം, അത്രയും പൊക്കും. ഇങ്ങനെ അങ്ങോട്ട് പൊക്കി ഒരു ഉടുത്തലുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുടയിൽ അടിച്ചുകൊണ്ടൊരു പോക്കുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോത്തിനെ അറുത്തിട്ട് ഇങ്ങനെ കാലിങ്ങനെ തൂക്കിയിടുന്നത് പോലെ വാപ്പാട തൊട നാട്ടുകാർക്ക്. ചിരിക്കൊന്നും വേണ്ട. വാപ്പ ഇങ്ങനെ തുടയുടെ പ്രദർശനം ഇങ്ങനെ റോഡിൽ കൂടെ ആണുങ്ങളും കാണാം, പെണ്ണുങ്ങൾക്കും കാണാം. ആർക്കും ഫ്രീ പാസ്, എല്ലാവർക്കും. അപ്പൊ ചെറുപ്പക്കാരൻ പറയുന്നു, അളിയ ഞാൻ അതുകൊണ്ടാ മുണ്ടെടുക്കാത്ത. ചെറുപ്പക്കാരൻ പറയുന്നു, അപ്പൊ മുണ്ടെടുത്തതല്ലേ ഉള്ളപ്പോ ഞാൻ പാൻ്റായിട്ടിരിക്കണേ. പിന്നെ ഓൻ വലിയ കരുണയുള്ളവനാ, ഓന്റെ തുട കീറിയിട്ടിരിക്കുക, അവന്റെ പാൻറ് പട്ടി കടിച്ചതുപോലെ 4 സൈഡും കീറിയിട്ടിരിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാരുടെ പാൻറ് കണ്ടിട്ടുണ്ടോ? അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ഈ കീറി പറഞ്ഞ പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്നവൻ മേടിക്കാൻ ഗതിയില്ലാത്തവനല്ലേപ്പാ? ഈ പിച്ചക്കാരൊക്കെ അല്ലേടെ മക്കളെ ഇങ്ങനെ കീറി പറഞ്ഞ കിട്ടടക്കല്ലേ? അള്ളാഹു അവരുടെയൊക്കെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. അവന്റെ തൊട നാട്ടുകാർക്കുള്ളതാണ്. വാപ്പ മൊത്തവും കാണിക്കുന്നു, ഓൻ കുറച്ച് കാണിക്കുന്നു, അത്ര വ്യത്യാസമുള്ളൂ. ഇത് പാപമാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവും?
ഇത് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും എല്ലാവർക്കും അറിയാം, പക്ഷേ നിസ്സാരം. ഇതൊക്കെ പോകട്ടെ, ഞാൻ അതൊന്നുമല്ല പറഞ്ഞേ. പടച്ചോനെ വരുമ്പോ എല്ലാം ഇരിക്കണ താത്താമാര് മൊത്തം ഫർദയും ഹിജാബും ഇരിക്കണ നമ്മുടെയൊക്കെ രംഗം കണ്ടിട്ടുണ്ടാ. എങ്കിലും നമ്മളൊക്കെ ഒന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഫർദ ഇട്ടിരിക്കണ താത്താടെ തലയിൽ തുണി കാണത്തില്ല. നമ്മുടെ ഉമ്മയാകട്ടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മയുടെ തലയിൽ തുണിയില്ല. 18 വയസ്സുള്ള പെങ്ങള് രാത്രി കിടക്കുമ്പോൾ എടുത്തുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരു ആകാശഭൂമി കാണുന്ന ഒരു സാധനം, ടീഷർട്ട്, ഇതായിട്ടിരിക്കണേ. അതേ വീട്ടിൽ ഈ പെണ്ണിന്റെ വാപ്പ ഉണ്ട്, പ്രായപൂർത്തിയായ ഒരു മകനും ഉണ്ട്. അവന്റെ മുന്നിലൂടെ ഇങ്ങനെ നടക്കാം. അപ്പൊ ചോദിക്കൂ, ഉസ്താദെ എന്റെ സഹോദരനല്ലേ ഉസ്താദെ, ഇതെന്റെ വാപ്പയല്ലേ ഉസ്താദെ, അല്ലേ, കാണാലോ അല്ലേ? എന്റെ ഉമ്മ, നീ വീട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ തലമറയ്ക്കാത്തത്, നിന്റെ മുടി ഔറത്തല്ലേ, തലമറയ്ക്കണ്ട, മാറിട മറച്ചാൽ മതിയായിരുന്നു. എടാ, രാത്രി ചോറ് കഴിക്കാൻ വന്നിരിക്കുമ്പോ 18 വയസ്സുള്ള 15 വയസ്സുള്ള പെങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരുത്തൻ ഷഡ്ഡി ഇട്ടോണ്ടാ വരുന്ന, അണ്ടർവെയർ ഇട്ടോണ്ടാ വരുന്ന ചോറുണ്ണാൻ. അവന്റെ തൊട സ്വന്തം ഉമ്മായിക്കും പെങ്ങൾക്കും. കണ്ടോ, കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാ. നാട്ടുകാരെ കാണിക്കാൻ പേടി, വീട്ടുകാരെ കാണിക്കാൻ കുഴപ്പമില്ല, അല്ലേ? അനുവാദം. താടി ഇത്രയുണ്ട് വാപ്പായ്ക്ക്, വാപ്പായും കൂടെ ഇരുന്ന് തിന്നും. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കളിയാണ്? ഇത് കളിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടല്ലോ, എടുത്തു വെച്ച് നോക്ക്. അല്ലാഹ് പറയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. സ്വന്തം ഉമ്മയുടെ ഔറത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? മക്കളുടെ ഔറത്ത് മാതാപിതാക്കൾക്ക് കാണാൻ പറ്റുമോ? കൂടപ്പുറപ്പുകൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ തീരുമാനിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 3 സമയങ്ങളിൽ ഉമ്മാടെ റൂമിൽ കയറണം, വാപ്പയുടെ റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കാതെ കയറരുത്. 3 സമയം കേറി പോകരുത്. അല്ലാഹ് പറഞ്ഞതാ, ഞാനല്ല. ഏതു മക്കള്? 35 വയസ്സ്, 30 വയസ്സ്, 25 വയസ്സ്, 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സ്, 10 വയസ്സ് അല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. എത്രാമത്തെ വയസ്സിലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്? എത്രാമത്തെ വയസ്സിലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്? 7ാമത്തെ വയസ്സിൽ. അപ്പൊ മുഫസ്സിരീങ്ങൾ പറയുന്നു 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടണം. മാ കേറി വരട്ടെ, വാ മോനെ എന്ന് പറഞ്ഞാൽ കയറണം, വേണ്ട എന്ന് പറഞ്ഞാൽ കയറരുത്. അല്ലാതെ കയറി പോകരുത്. അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴൊക്കെയാ? 1 വെളുപ്പാങ്കാലത്ത്, 1 വെളുപ്പാങ്കാല സമയം, പുലർച്ചെ സമയം. 2 ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം. 3 രാത്രിയാണ്. ഈ 3 സമയങ്ങളിൽ മക്കള്, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് ചോദിക്കാതെ കയറരുത്. കാരണം എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ടാ കിടന്നുറങ്ങണേ. നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ആദ്യം തിരയേണ്ടത് ഈ മുണ്ട. പടച്ചവൻ എവിടെ? അല്ല കാണുന്നില്ലല്ലോ. അല്ല കട്ടിലിൻ്റെ അടി കിടക്കുക. പടച്ചവൻ ഇതെങ്ങനെ എവിടെ പോയി? അറിയണില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് നീയും നിന്റെ ഭാര്യയും ബെഡ്റൂമിന്റെ അകത്ത് കിടക്കുക. നിനക്ക് മുണ്ടില്ല. ആമിനാട മാക്സിയെ കുറിച്ച് ഞാൻ പറയണില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നീ ഇങ്ങനെ കിടക്ക. നിന്റെ മോള് 5 വയസ്സുള്ള 6 വയസ്സുള്ള 7 വയസ്സുള്ള മകളെങ്ങാനും ആ വെളുപ്പാങ്കാലത്ത് റൂമിൽ വന്ന, ഇതെന്താ അല്ല ഞാൻ നിൽക്കണത് എവിടെയാ? ഗോവയിലാണോ അതോ വേറെ എവിടെങ്കിലാണോ? കാരണം വാപ്പ ഇങ്ങനെ കിടക്കാൻ മുണ്ടില്ലാതെ, ഉമ്മ ഇങ്ങനെ കിടക്കുക ഔറത്ത് മറയ്ക്കാതെ. സത്യത്തിൽ ഈ മക്കൾക്ക് എന്തെങ്കിലും തോന്നുമോ? എടാ, എനിക്കിപ്പം 34 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഉമ്മാടെ ഔറത്ത് കണ്ട എനിക്കെന്തെങ്കിലും തോന്നുമോ? നമുക്കൊന്നും തോന്നാറില്ല. പ്രായപൂർത്തിയായവന് പോലും ഒന്നും തോന്നാറില്ല, പിന്നെ ഈ പിഞ്ചു മക്കൾക്ക്. എന്നിട്ടോ അല്ലാഹ് പറഞ്ഞ എന്തെന്നറിയോ? ഉമ്മാടത് മക്കള് കാണണ്ടെന്നാ പറഞ്ഞേ. ഉമ്മയുടേതാകട്ടെ വാപ്പയുടേതാകട്ടെ ആ ചെറിയ മക്കൾ മാതാപിതാക്കളുടെ ഔറത്ത് പോലും കാണാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ച് ഇശാ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മോൻ നിക്കറ് ഇട്ടുകൊണ്ട് നടക്ക. സുഖാണോടാ, തിന്നോടാ, ഉറങ്ങണ്ടേടാ വാപ്പ.
അതേ വീട്ടില് 15 വയസ്സുള്ള 18 വയസ്സുള്ള നിന്റെ പൊന്നാര പെൺകുട്ടികളായ മക്കളുണ്ട്, നിന്റെ ഭാര്യയുണ്ട്. നീ എന്തുകൊണ്ട് അവനോട് പറയുന്നില്ല മോനെ ഇത് പാപമാ? അതാ പടച്ചവനെ ഔറത്തു മറയ്ക്കാത്ത വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള്, എടാ ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളണം. ഇനി മേലാൽ ഈ വസ്ത്രം ഈ വീടിന്റെ അകത്ത് ധരിക്കരുത്. വേണമെങ്കിൽ കഥകടച്ചിട്ട് റൂമിന്റെ അകത്തിട്ടുകൊണ്ട് കിടന്നോ. അല്ലാതെ ഇവിടെ നീ മാത്രമല്ല, നിന്റെ ഉമ്മയൊരു പെണ്ണാണ്, നിന്റെ പെങ്ങളൊരു പെണ്ണാണ്. അവൾക്ക് ഇത് കാണുന്നത് ഹറാമാ. അതുകൊണ്ട് മേലാൽ ഇങ്ങനെ നടക്കരുത്. പെങ്ങള്, നിന്റെ പൊന്നാര മകളുണ്ടല്ലോ, പ്രായപൂർത്തിയായ നിന്റെ മക്കളുണ്ടല്ലോ, നിനക്ക് തന്നെ അറിയാ ആ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മാറിടം വരെ വെളിയിലാണ്. ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കൂടെ നടക്കുമ്പോ അവളുടെ ചെവിയിൽ പിടിച്ചിട്ട് പെണ്ണ് കഥകടച്ചിട്ട് റൂമിന്റെ അകത്ത് കിടക്കണമെങ്കിൽ ധരിച്ചോ, അല്ലാതെ ഇത് മേലാൽ ഇതിനകത്ത് ധരിക്കരുത് എന്ന് പറയാൻ കഴിയാത്തവര്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് ഏറ്റവും നശിച്ച 3 വിഭാഗം കള്ളു കുടിച്ചവരും വ്യഭിചരിച്ചവരും സിർക്ക് ചെയ്തവരുമല്ല. ഈ സദസ്സിലെ നിരന്നിരിപ്പുണ്ട്, ഈ സദസ്സിലെ നിരപ്പിരിപ്പുണ്ട്. എന്റെ പെങ്ങന്മാരുണ്ട്, സ്വന്തം മക്കള് തെറ്റ് ചെയ്യുമ്പോ നിസാരമായി തെള്ളുന്ന വാപ്പാ. നീ താടിയുള്ളവനാണെങ്കിലും തഴമ്പുള്ളവനാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും പള്ളിയുടെ സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ഖത്തീബാകട്ടെ, പ്രവാസകനാകട്ടെ, ആരാണെങ്കിലും അല്ല നിന്നെയൊന്നും വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. താടിയും തഴമ്പിലൊന്നും ഒരു കാര്യമില്ല. നിന്റെ മകൻ ഔറത്തു മറയ്ക്കാതെ വീടിന്റെ അകത്തുകൂടെ നടക്കുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് പറയണം, ഇനി മേലാൽ ഈ വീടിന്റെ അകത്തിട്ട് പോകരുത്. എടാ ഇവിടെ നേരെ പെമ്പിള്ളാരുണ്ടടാ, നിന്റെ ഉമ്മയുണ്ടടാ, ഇത് അവർക്ക് കാണിക്കാനുള്ളതല്ല, തിരുത്താൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏതു വാപ്പ തൻ്റെ മക്കളെ നന്നാക്കാൻ, തൻ്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തല്ലുകൊടുത്ത് നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി ഏതു വാപ്പ തൂക്കിയിട്ടിട്ടുണ്ടോ ആ വാപ്പയ്ക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്ക് പറവയെ പോലെ മുടി വളർത്തി നടക്കുന്നവന് പൊട്ടീര് കൊടുത്തിട്ട് പോയി വെട്ടിയിട്ട് വാടാ എന്ന് പറയുന്ന വാപ്പ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവന് തല്ലു കൊടുത്തിട്ട് നിസ്കരിക്കടാ എന്ന് പറയുന്ന വാപ്പ, 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലാൻ അധികം പഠിപ്പിച്ചത്, താരാട്ട് പാടാനല്ല പഠിപ്പിച്ചത്. നിന്റെ മോൻ പോത്തുപോലെ ഉറങ്ങുന്ന 18ഉം 20ഉം വയസ്സായി ഇന്ന് വരെ തല്ലിയിട്ടുണ്ടോ? ഇപ്പൊ നിനക്ക് പേടി, നിന്നെ തല്ലാതിരുന്നാ മതി മക്കള്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിലൊരു വടി തൂക്കിയിട്ടാ മതി, ബർക്കത്ത് ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ വീട്ടിലൊരു വടി തൂക്കിയിട്ടിട്ടുള്ള വാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈവക്ക്. നിനക്ക് ബർക്കത്ത് ആകാശത്തുനിന്ന് വരും, കാത്തിരുന്നോ? നിങ്ങൾ ചിന്തിക്ക സഹോദര, ഒരു 25 കൊല്ലം മുമ്പ് നിനക്ക് 2ഉം 3ഉം പെങ്ങളുണ്ട്, 4 സഹോദരിമാരുണ്ടായിരുന്നു. ഈ 4 പേരെയും നിന്റെ വാപ്പ കെട്ടിച്ചത് പിരിവെടുത്തിട്ടാ? ആലോചിക്ക്. പണ്ട് ഏത് പള്ളിയിലാ ലെറ്റർ പേഡും കൊണ്ട് പിരിവിന് നടന്നത്? ഇതുപോലെ വയല് വെച്ചിട്ട് പിരിച്ചിട്ട് കെട്ടിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആലോചിക്കുക സഹോദര, എങ്ങനെയാടാ ഈ കൊട്ടാരങ്ങളൊക്കെ പണിതത്? നമ്മുടെ വീടിന്റെ അകത്ത് ബറക്കത്ത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. വീട്ടിൽ TV ഉണ്ടോ? TV കൈവക്കണ്ട. TV ഉണ്ടോ? ഇപ്പം കമ്പുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോ 3 പേര്. TV ഉണ്ടോന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന് പൊക്കും, കാരണം അത്രയും വലുതാ വീടിനകത്തിരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് വന്നിട്ട് പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഉസ്താദെ. എങ്ങനെ കേൾക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ സമുദായത്തിന്റെ ഏറ്റവും വലിയ നിങ്ങളുടെ ഈ ഉപ്പളയിൽ തന്നെ ഞാൻ പറയാം, ഈ ഉപ്പളയിൽ തന്നെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വഴുതിന് വന്നപ്പോ, എടാ ചങ്ങാതി, എടാ ഒന്ന് പിടിയടാ ഓനെ, അവൻ വൈലന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കയറ്റി ഇവിടെ നിർത്തിയിട്ട് ഫാത്തിഹ ഓദിച്ചു കളയും. ഈ ഉപ്പളയിൽ തന്നെ ഞാനൊരു മുടി വെട്ടാൻ പോയി.
ഞാൻ മുടി വെട്ടാൻ പോയപ്പം അത്യാവശ്യമായതുകൊണ്ട് കയറിപ്പോയതാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പുറത്തെ ഒരാളിരുന്ന് മുടി വെട്ടുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ മുടി ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കുന്നത് പോലെ മുകളിലോട്ട് ഇങ്ങനെ എന്തൊരു മെഷീൻ കയറ്റി വെച്ചിരിക്കുക, ചീപ്പ് എന്തൊരു സാധനം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്, മുകളിലോട്ടിരിക്കുന്നു. താഴെ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, പടച്ചവനെ പെൺപിള്ളാര് വല്ലതും ആണോ അല്ല. കണ്ണാടി നോക്കി, പെണ്ണല്ല, ഒരു ചെറിയ പയ്യൻ. ഒരു 5 or 6 വയസ്സ് വരും, ഒരു 7 വയസ്സ് വരും എന്ന് സങ്കല്പിക്കുക. ഓൻ പറഞ്ഞു കൊടുക്കുക എങ്ങനെ വെട്ടണമെന്ന്. ആ മോന്റെ ഉമ്മ നേരെ പുറകിലിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ, മുകളിലുള്ള മുടി മുഴുവനും മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴെ അള്ളാഹുവിന്റെ ശാപം കിട്ടും അവർക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ. പടിപടിയായി മുടിവെട്ടുന്നവർ അവർ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര വയസ്സുണ്ട്? 5 വയസ്സ്, 7 വയസ്സ്, 10 വയസ്സ്. അവനോട് പോലും നിനക്ക് പറ്റുന്നില്ല. ഇത് പാപമാണെന്നറിയാത്ത ഏത് വാപ്പയാവുള്ളേ? ഉമ്മ പറയുന്നത് ഉസ്താദെ പറഞ്ഞാൽ കേൾക്കത്തില്ല. തീർന്നല്ലോ ഉമ്മയുടെ ജോലി. ഉമ്മയ്ക്ക് പ്രസവിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ, അത് ബാക്കി അറിയത്തില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ തല്ലണം? വാപ്പാനെ തല്ലണോ മക്കളെ തല്ലണോ? എടാ 12 വയസ്സുള്ള ഒരു മോനെ നീ ആരാന്ന് നോക്കിയേ. ഈ ഇരിക്കണ പ്രായമുള്ളവർക്ക് ഉപ്പാന്ന് പറഞ്ഞാൽ മുട്ടിടിക്കും. എടാ 6 മണി കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഓർമ്മയുണ്ടോ നമുക്കൊക്കെ? 6 മണി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയ ഓർമ്മയില്ല. ഒരു വഅ്ള് വരണം വെളിയിലിറങ്ങണമെങ്കിൽ, ഒരു വഅ്ള് വരണമെന്ന് പുറത്തിറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വല്ല റമളാൻ മാസത്തിലും വരണം. അപ്പോഴും 10:30. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പിന്നെ നമുക്കൊക്കെ പെരുന്നാളാണ്. കാരണം അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിരുന്നു പണ്ട്. കാരണം പുറത്തിറങ്ങിയത് അങ്ങനെ. ഇന്നോ 12 മണിയാകുമ്പോൾ ഉമ്മ താക്കോല് കൊടുത്തിരിക്കുക, നീ തന്നെ വന്ന് കയറിയാൽ മതി, നമ്മളെ വിളിക്കണ്ടാന്ന്. 50 വയസ്സുള്ളവനല്ല, തേരാ പാര ഹാവു ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആലോചിച്ച് വയ്ക്കുക. പിന്നെ വാപ്പമാര് മക്കളെ എങ്ങനെ ഉസ്താദെ തല്ലുന്നേ? വാപ്പ തന്നെ പെണ്ണുമ്പള്ളി എടുത്ത് ചോദിക്കുക, ഓൻ വരാറായോ? വരാറായി. എന്നാ ഞാൻ കയറി കിടക്കട്ടെ, പേടി, കാരണം തല്ലിയാലോ. ഇന്ന് വീട്ടിൽ വടി വെട്ടി വെക്കാത്ത എന്തേ? വാപ്പ തല്ലാൻ പോയ ആ വടി വാങ്ങിച്ചിട്ട് വാപ്പാനെ തല്ലും. നല്ല മക്കള്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോനെ ബർക്കത്ത് വേണോ? പൈസ മുടക്കി ചൂരല് വാങ്ങണ്ട, ഒരു ഈർക്കലെങ്കിലും വെട്ടി വീട്ടിൽ വെച്ചേരെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഔറത്തു പ്രദർശനം നല്ലതല്ല. ഈ ഔറത്തിങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് നല്ലതല്ല. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അങ്ങനെ നടക്കുന്നതിലൂടെയുള്ള നാശമെന്താ, ശിക്ഷ എന്താ? ഒരു ചരിത്രം പറയാം. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ചരിത്രം പറയുകയാ. ഒരിക്കൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യുകയാ. അള്ളാഹുവിന്റെ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യുന്നു അല്ലേ. ഇന്ന് ഒരു പെണ്ണിന്റെ ഒരു രോമം ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന താത്താമാരിൽ എത്ര പേര് തലമറച്ചിട്ടുണ്ടാകും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. നിന്റെ പെണ്ണുപിള്ളയുണ്ട്, നിന്റെ പെൺമക്കളും ഉണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ തലമറയ്ക്കാനും ശരീരം മറയ്ക്കാനും പേടി. അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തായി പോകും. അതാ ഇന്നത്തെ അവസ്ഥ അല്ലേ. പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയോ? പറമൻഷ, നമ്മുടെ പെൺമക്കൾ തലമറയ്ക്കുന്ന 2 സമയങ്ങൾ. ഒന്ന്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഓടുന്ന ഓട്ടം കാണണം. എടുത്തൊരു മറയല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ തലമറയ്ക്കണമെന്നുണ്ടോ? ഉണ്ടോപ്പാ? ബാങ്ക് വിളിക്കണ സമയത്ത് മാത്രം തലമറയ്ക്കണമെന്ന് ഞാൻ ഇതുവരെ ഒരു കിതാബിലും കണ്ടിട്ടില്ല. ബാങ്ക് കേൾക്കുമ്പോൾ തലമറയ്ക്കണമെന്നുണ്ടോ? ബാങ്ക് വിളിക്കുന്ന ഉമ്മ പറയുന്നതറിയോ? TV-യുടെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടു, സൗണ്ട് കുറയ്ക്കടാ, ബാങ്ക് വിളിക്കുന്നടാ, സൗണ്ട് കുറയ്ക്കടാ. നിർത്താനല്ല പറയണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. TV കണ്ടുകൊണ്ടിരിക്കുമ്പോ ചെന്നിട്ട് പറയുന്നത് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കുറയ്ക്കാനാ പറയണത്, അല്ലാതെ നിർത്താനല്ല. ഒരാള് കള്ളുഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിക്കാം. കള്ളുഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിക്കുമ്പോ സപ്ലയർ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പൊ ഈ കള്ളുകുടിയൻ പറയാ, ഇത് വേണ്ട, ഇത് കറാഹത്താന്ന്, ഞങ്ങൾക്ക് കഴിച്ചൂടാ, ഇത് ഞങ്ങൾക്ക് കഴിച്ചൂടാ, ഇത് ഒരു കുഴപ്പമില്ല, ഹറാം അടിച്ചോണ്ടിരിക്കുന്നവനാ കറാഹത്തിനെ കുറിച്ച് പറയണത്. പച്ച പാപം ചെയ്തോണ്ടിരിക്കുക, സിനിമ കണ്ടോണ്ടിരിക്കുന്നത് പാവമല്ലേ, അത് കുഴപ്പമില്ല. സൗണ്ട് ബാങ്ക് വിളിക്കുമ്പോ കുറയ്ക്കാൻ. ഈനാൻ പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന കോമഡി പറയണ പോലെ ഉമ്മായും കൊള്ളാം മക്കളും കൊള്ളാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനവറുകൾ പരിശുദ്ധമായ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യുക. സീരിയൽ കാണുന്ന താത്ത കേട്ടോ, അപ്പ ഇപ്പോഴും നീയും കൂടിയിട്ടുണ്ട് ആമീനയുടെ കൂടെ, രണ്ടെണ്ണം കൂടെ ഒരുമിച്ചിരുന്ന ഇപ്പൊ സീരിയൽ കാണുന്നേ, സിനിമയും സീരിയലും ഒക്കെ. സ്ഥാനാർത്ഥി വന്നല്ലോ, സ്ഥാനാർത്ഥി വന്നു, അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ വയലിനിടയിൽ വന്നതല്ലേ ഇവരൊക്കെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നിട്ട് ഉറക്കമില്ലാതെ കിടന്ന് പകലുകൾ ഓടുന്ന ചങ്ങാതിമാരാ ഇപ്പൊ. അപ്പൊ അൽഹംദുലില്ലാഹ് അവരെ നമ്മൾ ഇൻഷാ അല്ലാഹ് സദസ്സിൽ കൂടുതൽ നേരം ഇരുത്തുന്നത് നല്ലതല്ല. അസ്റഫേ വാ, 2 വാക്ക് പറഞ്ഞിട്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. കാരണം നിങ്ങൾ നാളെ രാവിലെ അടുത്ത പരിപാടിക്ക് തുടങ്ങേണ്ടതാ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ 2 വാക്ക് അൽഹംദുലില്ലാഹ്. അല്ലല്ല ഞാൻ പറയൂല, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഞാനെന്തോ ലൈവ് ഷാനവാസ് എന്താ ലൈവിന്റെ അല്ലേ? ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുകയാ, ഈമാനുള്ള ഒരു മരണം തരണേ തമ്പുരാനെ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ദുരവസ്ഥ എനിക്ക് വരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, മഹാനവറുകൾ തവാഫ് കഴിഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോ അതാ പടച്ചവനെ സംസം വെള്ളം കുടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ മഹാനവറുകൾ ചോദിക്കുകയാ, മോനെ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, എന്താ നിന്റെ സഹോദരന്മാർക്ക് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. 35-40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അവസാനം മരണം മോശമാ. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, ആഖിബത്ത് മോശമായി. ഒരു നല്ല മരണത്തിന്റെ അടയാളങ്ങളൊന്നുമില്ലായിരുന്നു. പടച്ചവനെ, ചെറുപ്പക്കാരൻ പറയുകയാണ്, 2ാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. ഏകദേശം 10 വർഷക്കാലം ബാങ്ക് വിളിച്ചു. പക്ഷേ 2ാമത്തെ ജ്യേഷ്ഠന്റെയും അവസാനം മോശമാ. 2 പേർക്കും ഈമാനുള്ള മരണം കിട്ടിയില്ല. പടച്ചവരെ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാ, എന്റെ ഗതി എങ്ങനെ വരുത്തല്ലേ അല്ലാ. ഇതിനു വേണ്ടിയാ ഞാൻ ദുആ ചെയ്യുന്നത്. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുകയാ, അവരെങ്ങനായിരുന്നു? അവരുടെ സ്വഭാവം എങ്ങനായിരുന്നു? അവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിച്ചവരാ, ഖുർആൻ ഓതിയവരാണ്, സ്വലാത്ത് പറഞ്ഞവരാണ്, സദഖ കൊടുത്തവരാണ്, ദിക്റുകൾ പറഞ്ഞവരാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തവരാ. മഹാനവറുകൾ പിന്നെയും ചോദിക്കുകയാ, എന്തെങ്കിലും ഒരു പാപം, എന്തെങ്കിലും ഒരു ദുശീലം നിന്റെ ഇച്ഛമാർക്കുണ്ടായിരുന്നു? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഒരേ ഒരു സ്വഭാവമുണ്ടായിരുന്നു, ഒരേ ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു. എന്തെന്നറിയുമോ വാപ്പോ? നിനക്കുള്ള സ്വഭാവം അതേ സ്വഭാവം നിനക്കുമുണ്ടല്ലോ.
പെങ്ങളെ നിനക്കുമുണ്ടല്ലോ വഹുമാ യന്നുറാനി ഔറാദുൻ നിസാ. നിസ്കരിക്കുന്ന വാപ്പാ, ഖുർആൻ ഓതുന്ന വാപ്പാ, സ്വലാത്ത് പറയുന്ന വാപ്പാ, സദഖ കൊടുക്കുന്ന വാപ്പാ, സമയം കിട്ടുമ്പോ നീയും ടിവിയുടെ മുന്നിലിരുന്ന് പെണ്ണിന്റെ ഔറത്ത് കാണുമല്ലോ. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവനല്ലേ വാപ്പാ, തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവനല്ലേ വാപ്പാ. പെങ്ങള് ഇപ്പോഴും കയ്യില് തസ്ബീഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മ, നിന്റെ ഔറത്ത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, കുടുംബക്കാർക്ക് കാണിക്കുന്നുണ്ടല്ലോ, വീടിന്റെ അകത്ത് ടിവിയിലൂടെ അന്യവന്റെ ഔറത്ത് കാണുന്നുണ്ടല്ലോ. നിനക്ക് മോഹമില്ലേ? ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് കൊതിയില്ലേ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാനം മോശമാടാ, ഈമാനില്ലാത്ത മരണമാ. ഖസുറത് ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമടാ. ഇത് കളിയല്ല, ഇത് തമാശയല്ല, ഇത് നിസ്സാരമല്ല. കള്ളു കുടിച്ചവൻ അവനുമായി മാത്രമാണ് ബന്ധമുള്ളത്. പക്ഷേ നീ ഔറത്ത് മറക്കാതെ നടക്കുമ്പോ എത്രയോ സ്വാലിഹത്തായ പെണ്ണുങ്ങള്, എത്രയോ പാവപ്പെട്ട പിതാക്കന്മാര്, എത്രയോ കൊച്ചുകുട്ടികള്, മറ്റുള്ള മതസ്ഥര് അവരുടെ മുന്നിലൂടെ മുണ്ട മടക്കി വിടുത്തുന്ന വാപ്പാ. ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കാരാ? ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കാരാ? നിങ്ങള് അതുകൊണ്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന കാര്യമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. പടച്ചവനെ ഒരുപാട് ചെയ്തവരാട്, ഒരുപാട് കണ്ടവരാട്. അതിന്റെ പേരിൽ പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ മോശമാക്കല്ലേ അല്ലാ. മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ. അതുകൊണ്ട് പടച്ചവര്, ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായി കിടന്നു വരികയാണ്. ഉറങ്ങേണ്ടവർക്കുറങ്ങാ, ഓടേണ്ടവർക്കോടാ, വെറുതെ ഇരിക്കേണ്ടവർക്ക് ഇരിക്കാ, ഇടേണ്ടവർക്ക് ഇടാ. നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വെറുതെ വേണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലായാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മോനെ, ക്യാൻസർ മാറ്റാ, ട്യൂമർ എന്ന് പറയുന്ന രോഗം മാറ്റാ. പടച്ചവരെ, എത്രയോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ്, എന്റെ 2 മക്കളുടെയും മൂക്കിന്റെ അകത്ത് ഇറച്ചി ഇങ്ങനെ വരികയാണ്, മാംസം ഇങ്ങനെ വരികയാണ്. പടച്ചവനെ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാ. എന്റെ ഭാര്യയുടെ ശരീരത്ത് മുഴയുണ്ട് ഉസ്താദ്. ഇങ്ങനെ പടച്ചവനെ, പല പല രോഗങ്ങള് നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. വായിക്കകത്ത് ക്യാൻസർ, തൊണ്ടയില് ക്യാൻസർ, മലദ്വാരത്തില് ക്യാൻസർ. അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരു ദുരവസ്ഥ തരല്ലേ അല്ലാ. ഏത് മാരക രോഗവും അല്ലാ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. എല്ലാവരും ഒരു നല്ല സദഖ, അസ്സദഖത്തു റദ്ദുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ബക്കറ്റ് എന്താ, ബക്കറ്റില്ലേ? എടുക്കണോ? ഇനിയിപ്പോ അതിനെന്താ? ബക്കറ്റ് എടുക്കും. ഓടി വാ ഇൻഷാ അല്ലാഹ്. ഷാഫി ഓടി വാ, ഷാഫി കറങ്ങി നിൽക്കുന്നു. വാ, ബക്കറ്റ് കൊണ്ടുവാ ഇൻഷാ അല്ലാഹ്. ഡേറ്റ് പഠിക്കാൻ മാത്രം ഓടിയാ പോരാ. വാ, ബക്കറ്റ് എടുത്തോ, ഓടിവാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഓടിവാ അൽഹംദുലില്ലാ. പോക്കറ്റ് കൈയിട്, ഇട്ടോ മോനെ. തലയുടെ മുകളിൽ ബിസ്മില്ലാ. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് മുന്നിൽ വരുമ്പോ ഒരു ഹദിയ എടുത്തിട്ട് ആ മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കു കൊടുത്ത് റബ്ബേ ബറക്കത്ത് ചെയ്യണേ അല്ലാ. രക്ഷപ്പെട്ടു.
ഉറക്കം നടിച്ച അള്ളാഹുവെ പടച്ചവനെ ഉണ്ടായിട്ടും ഇവൻ കൊടുക്കുന്നില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. 8ന്റെ പണി കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിനാ 8ന്റെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് പോക്കറ്റിൽ കൈയിടുന്നവരോട് 2 കണ്ടീഷൻ. എത്രയാ എടുക്കുന്നതെന്ന് ആരും നോക്കണ്ട. എത്രയാണ് പോക്കറ്റ് അങ്ങനെ നിങ്ങൾ നോക്കുമ്പോ 2000, 500, 200, 100, 50, 20, 10 എടുക്കത്തുള്ളൂ. അതുകൊണ്ടാ നോക്കണ്ടെന്ന് പറഞ്ഞേ. നീ കൊടുക്കുന്നത് വലുതായാലും ചെറുതായാലും അള്ളാഹ് അറിഞ്ഞാൽ മതി. നീ അറിയണ്ട. എടുത്തതിനകത്തിട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 ബക്കറ്റിന്റെ അകത്ത് ആരും കൈയിട.